മഹാത്മാഗാന്ധിയാണോ സുഭാഷ് ചന്ദ്രബോസാണോ വലുത് എന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളൊക്കെ പലപ്പോഴും ഇന്നത്തെ ഇൻ്റർനെറ്റ് ഏജിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര ധാരകളുടെ നേതാക്കളായിരുന്ന ആൾക്കാരാണ് ഇവർ രണ്ടുപേരും എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒരാൾ മറ്റൊരാളിൻ്റെ മുകളിലാണോ എന്നുള്ള ചിന്തിക്കുന്നതിന് പകരം എന്തായിരുന്നു ഈ രണ്ട് വ്യത്യസ്ത ധാരകളും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെയ്തിരുന്നത് എന്നുള്ളതിനെപ്പറ്റിയാണ് ആദ്യം ചിന്തിക്കേണ്ടത്. അതിൽ അഹിംസയുടെ വക്താവായിരുന്നു മഹാത്മാഗാന്ധി. അതുകൊണ്ട് തന്നെ അഹിംസാ മാർഗത്തിലൂടെ മാത്രം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യ ലബ്ധിയിലേക്ക് എത്തണം എന്നുള്ള നിർബന്ധ ബുദ്ധിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഹിംസാത്മകമായിട്ടുള്ള സമരധാരയുടെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം തള്ളിപ്പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന എല്ലാ നേതാക്കളെയും അദ്ദേഹം തള്ളിപ്പറഞ്ഞിരുന്നു. പലപ്പോഴും താൻ തന്നെ നടത്തിയിരുന്ന പല പ്രധാനപ്പെട്ട അഹിംസാ മാർഗ സമരങ്ങളും പിന്നീട് സായുധ സമരങ്ങളായിട്ടൊക്കെ തന്നെ മാറുകയും വലിയ കലാപങ്ങളായി മാറുകയും ഒക്കെ ചെയ്തിരുന്ന സമയത്ത് അതിനെല്ലാം തന്നെ ഉടൻ തന്നെ നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മറിച്ച് സുഭാഷ് ചന്ദ്രബോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെത് കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാനായിരുന്നു. ബ്രിട്ടീഷുകാരെ നമ്മുടെ രാജ്യത്ത് നിന്ന് തുരത്തുന്ന സമയത്ത് ആ സമയം മുതൽ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ നിർവഹണം ഭാരതീയമായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസിഷൻ എന്നുള്ള ഒരു കാര്യമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവിലുണ്ടായിരുന്നത്. മറിച്ച് നമ്മൾ പൂർണ്ണമായി അധികാരം അവരിൽ നിന്ന് കൈപ്പറ്റുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് റോഡ് ടു ഡൽഹി ഈസ് ദ റോഡ് ടു ഫ്രീഡം എന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്ലോഗൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആസാദ് ഹിന്ദ് ഗവൺമെൻറ്റിലടക്കം വിവിധ മന്ത്രാലയങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ ചാർജ് ഉണ്ടായിരുന്ന വിവിധ മന്ത്രിമാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ബാങ്ക് ഉണ്ടായിരുന്നു. അത് തന്നെയുമല്ല ഒരു ആർമിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു രാജ്യത്തിന് സ്വന്തം നിലനിൽപ്പിന് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടിയിരുന്നത് അതെല്ലാം തന്നെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് നടപ്പാക്കുന്ന ഒരു ഫ്രീ ഇന്ത്യ ഗവൺമെൻറ് ആയിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അത് തന്നെയാണ് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും അദ്ദേഹം വിഭാവനം ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ധാരകളാണ്. പക്ഷേ നമ്മുടെ പോപ്പുലർ നാരറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ തന്നെ നമ്മൾ പഠിച്ചിരിക്കുന്നത് അഹിംസാ മാർഗത്തിലായിരുന്നു കൂടുതൽ സ്വീകാര്യത എന്ന നിലയ്ക്കാണ്. അതുകൊണ്ട് തന്നെ അഹിംസാ മാർഗത്തിലൂടെ മഹാത്മാഗാന്ധിയാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്ന നിലയ്ക്കാണ് പല ആൾക്കാരും ധരിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെ മാത്രമല്ല, വളരെ ശക്തമായിട്ടുള്ള സായുധ സമര പാതയും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് നെടുനായകത്വം വഹിച്ചിരുന്നത് സുഭാഷ് ചന്ദ്രബോസാണ്. ഒരുപക്ഷെ മറ്റു പല റവല്യൂഷണറികളിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ സമരമാർഗ്ഗങ്ങളെല്ലാം കൃത്യമായി ഓർഗനൈസ്ഡ് ആയിരുന്നു എന്നുള്ളതും, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ബ്രിട്ടീഷുകാരിൽ നിന്ന് ഭരണം മനസ്സിലാക്കാൻ നിൽക്കുന്നതിന് പകരം അവരെ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തുരത്തിയതിന് ശേഷം നമ്മുടെ ഭരണ നിർവഹണത്തിന് നമ്മുടേതായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടാക്കണം എന്നുള്ള ചിന്തകളുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മഹാത്മാഗാന്ധിയാണോ വലുത്, സുഭാഷ് ചന്ദ്രബോസാണോ വലുത് എന്നുള്ള ഒരു ചർച്ചയ്ക്ക് വലിയ പ്രാധാന്യമില്ല. രണ്ടുപേരെയും തുല്യ പ്രാധാന്യത്തോടുകൂടി കാണാനായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി രണ്ടാമതൊരു അളവുകോൽ നമ്മൾ ഈ വിഷയത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഇവരിൽ ആരുടെ സമരമാർഗ്ഗമാണ് ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ തലവേദനയായി മാറിയത് എന്നുള്ളതിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്. ഷൂട്ട് അറ്റ് സൈറ്റ് ഇഷ്യൂ ചെയ്യപ്പെട്ടിരുന്ന ഒരു നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം എത്രത്തോളം വലിയ തലവേദനയാണ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാക്കിയിരുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പറ്റി കൂടുതലായിട്ട്, അദ്ദേഹത്തിൻ്റെ സമര പരിപാടികളെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ നമ്മുടെ യുവതലമുറയ്ക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കഴിയേണ്ടതുമാണ്. ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് കേവലം അഹിംസാ മാർഗത്തിൽ മാത്രമായിരിക്കരുത് എന്നും അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന് ഒരു സൈന്യമുണ്ടായിരിക്കണം എന്നുമുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് പൂർണ്ണമായും വിഭിന്നമായിട്ടുള്ള കാഴ്ചപ്പാടാണ് മഹാത്മാഗാന്ധിക്കുണ്ടായിരുന്നത്. ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായതിനു ശേഷം അതിന് പോലീസ് മാത്രം മതിയാകും എന്ന നിലയ്ക്കുള്ള ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. സൈന്യം എന്ന് പറയുമ്പോൾ അത് ഹിംസാത്മകമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നതുകൂടി ചിന്തിച്ചിട്ടാവാം അദ്ദേഹം സൈന്യമുണ്ടാവുക എന്നതിനോട് വലിയ യോജിപ്പില്ലാതിരുന്ന ആളായിരുന്നു. ഒരുപക്ഷെ അന്നത്തെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിനോടൊപ്പം നിന്നിരുന്ന ജവഹർലാൽ നെഹ്റു അടക്കമുള്ള പല നേതാക്കന്മാർക്കും തീരെ അപ്രായോഗികമായിട്ടുള്ള ഈ ഒരു മാർഗ്ഗമായിരുന്നു അന്ന് അവരുടെയും മുന്നിലുണ്ടായിരുന്നത്. എന്നാൽ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം അങ്ങനെയല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കെല്ലാവർക്കും തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അത് കൂടുതലായിട്ട് ജവഹർലാൽ നെഹ്റുവിന് ഉണ്ടാകുന്നത് യുദ്ധസമയത്താണ്. പ്രത്യേകിച്ച് ചേരിചേരാ നയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടേതായിട്ട് മാത്രമുള്ള പോളിസികളൊക്കെ തന്നെ വിഭാവനം ചെയ്തുകൊണ്ട് നിന്നിരുന്നു. പക്ഷേ പിന്നീട് ചൈനയിൽ നിന്നടക്കം വലിയ പ്രഹരം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനെയെല്ലാം തന്നെ മറന്നുകൊണ്ട് നമുക്ക് ഏരിയൽ സപ്പോർട്ട് അല്ലെങ്കിൽ വ്യോമസേനയുടെ പിന്തുണയൊക്കെ തന്നെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷന് കത്തയക്കുന്ന സാഹചര്യം വരെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക്, നമ്മുടെ ജനതയുടെ താല്പര്യങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ പറ്റുന്ന, അങ്ങനെ പരസ്പരം സഹകരിക്കാൻ പറ്റുന്ന രാജ്യങ്ങളുമായി നല്ല രീതിയിലത്തേക്കുള്ള വിദേശ ബന്ധമുണ്ടാകണം. അതായിരിക്കണം നമ്മുടെ വിദേശ നയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന രീതിയിലത്തേക്കുള്ള വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സമീപനമാണ് സുഭാഷ് ചന്ദ്രബോസിനുണ്ടായിരുന്നത് എങ്കിൽ അങ്ങനെ ആയിരുന്നില്ല മറ്റു
മറ്റുള്ള പല നേതാക്കന്മാർക്കും ഉണ്ടായിരുന്നത്. അതാണ് ഇവർ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. ഇനി മറ്റൊരു അളവുകോൽ കൊണ്ട് നമുക്ക് ഇവരിൽ ആരായിരുന്നു കൂടുതൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ്, ആരുടെ ഇടപെടലാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായത് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് ഒരുപക്ഷെ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്തായിരുന്നു എന്നതിനെപ്പറ്റിയാണ് നമ്മളപ്പോൾ ചിന്തിക്കേണ്ടത്. ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അദ്ദേഹം പിന്നീട് ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്ത് അന്ന് പി ബി ചക്രവർത്തി എന്ന കൽക്കട്ടയിലെ അദ്ദേഹം ആക്ടിംഗ് ഗവർണറായിരുന്നയാളാണ്. അദ്ദേഹത്തിനോട് വ്യക്തിപരമായി നടത്തിയിരുന്ന ഒരു സംഭാഷണത്തിനെ പറ്റി പിന്നീട് പി ബി ചക്രവർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തന്നെ നമ്മുടെ രാജ്യത്തിന് പെട്ടെന്ന് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനെ എത്തിച്ചത് മറ്റൊരു തീരുമാനവുമായിരുന്നില്ല, മറ്റൊരു വ്യക്തിയുമായിരുന്നില്ല, അത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്തുണ്ടായിരുന്ന INA എന്ന് പറയുന്ന ആർമിയായിരുന്നു. ആ ഇൻസ്പിറേഷൻ്റെ പുറത്തുണ്ടായിരുന്ന നമ്മുടെ നാവിക സമരങ്ങളായിരുന്നു എന്നാണ്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ അതിലുള്ള പങ്ക് എത്രത്തോളമാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് മിനിമൽ, വളരെ ചെറുത്, പരിമിതം എന്ന രീതിയിലത്തേക്കാണ് ക്ലെമന്റ് ആറ്റ്ലി പോലും പറഞ്ഞിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനെ വളരെ വലിയ രീതിയിൽ ചലഞ്ച് ചെയ്യുകയും അവർക്ക് തീരാത്ത തലവേദനയായി മാറുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് എന്നതാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് മറ്റുള്ള കണ്ടംപററി രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന്, സ്വാതന്ത്ര്യ സമര സേനാനികളിൽ നിന്ന് ഒക്കെ തന്നെ അദ്ദേഹത്തിനൊരു അപ്പർ എഡ്ജ് നൽകുന്നത്, അദ്ദേഹത്തിനെ വളരെ എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്നെയല്ല, നേരത്തെ പറഞ്ഞതുപോലെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പാതയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വരുമരാഴികൾ എന്തൊക്കെയാണ്, ജയാപജയങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം, ഏത് സമയത്ത് നമ്മൾ സായുധമായിട്ട് ആൾക്കാരെ ആക്രമിക്കണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൈനികമായിട്ടുള്ള കാഴ്ചപ്പാടുകളുടെ ഭാഗമായിരുന്നു. ഒരുപക്ഷെ സ്വതന്ത്ര ഭാരതത്തിൽ അദ്ദേഹം നമ്മുടെ ഒരു ഭരണാധികാരിയായിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ആദ്യത്തെ ദശകങ്ങളിലൊക്കെ തന്നെ വളരെ ഉയർന്ന രീതിയിലത്തേക്കുള്ള പുരോഗമനം പല വിഷയങ്ങളിലും പല മേഖലകളിലും ഉണ്ടാകുമായിരുന്നു. സമാനമായി ചിന്തിക്കുന്ന പല രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണം വഴി ഉണ്ടാകുന്ന മെച്ചങ്ങളും മറ്റും വേറെയും ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇനി അതൊന്നും തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രായോഗികമായി ചിന്തിക്കുന്ന സമയത്ത് അതൊക്കെ തന്നെ മറ്റൊരു കാലഘട്ടത്തിലുണ്ടായിരുന്ന കാര്യമാണ് എന്നതിനെപ്പറ്റി നമുക്കറിയാം. പക്ഷേ ഈ നേതാക്കളിൽ നിന്നെല്ലാം അവരുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഊർജ്ജം പൂർണ്ണമായിട്ടും പരമാവധി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വിദേശ നയം ഉൾപ്പെടെയുള്ള നമ്മുടെ നയങ്ങളെ രൂപീകരിക്കുക എന്നുള്ളതാണ് നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അതായിരിക്കും ഒരുപക്ഷെ ഈ നേതാക്കൾക്കെല്ലാം നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ട്രിബ്യൂട്ട് എന്നാണ് ഞാൻ കരുതുന്നത്.